അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ബൊഗെൻവില്ല പ്ലാന്റിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റീപോർട്ടിങ്ങും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് പ്ലാന്റ് കളക്ട് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അൺബോക്സ് ചെയ്യാണ്. രസ്നത്താൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, രസ്ന CME കിച്ചൺ അറിയിട്ടുള്ളൊരു യൂട്യൂബറാണ്. അവരുടെ അടുത്ത് ഒരുപാട് ബൊഗെൻവില്ലേൻ്റെ കളക്ഷൻ ഉണ്ട്. അവർക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, സെയിലും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. DTDC വഴിയാണ് ഓല് നമുക്ക് പ്ലാന്റ് അയച്ചു തരിക. അപ്പോൾ തലേ ദിവസം അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ പ്ലാന്റ് എനിക്ക് ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. കാരണം ഏപ്രിൽ 30 ഞാൻ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫീസുകൾക്കൊക്കെ മെയ് 1 അവധി ആയതുകൊണ്ട് മെയ് 2 എനിക്ക് പ്ലാന്റ് കിട്ടിയത്. അപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്, പ്ലാന്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയ പ്ലാന്റ് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അടിഭാഗത്ത് തന്നെ ഒടിഞ്ഞിട്ടുണ്ടായിനി. ഞാനപ്പോൾ തന്നെ രസ്നത്താക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സ്റ്റെം ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ള. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്ന് പോലും ഇങ്ങനെ എറിയൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് അങ്ങനെ ഒടിഞ്ഞതാവുമെന്ന്. അപ്പോൾ ഇത് ഒരു ദിവസം ലേറ്റായി കിട്ടിയതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. പക്ഷേ ഞാൻ രസ്നത്താൻ്റെ അടുത്ത് നിന്ന് തന്നെ 2-3 പ്രാവശ്യം വേറെ പ്ലാന്റുകളും അങ്ങനെ ഇതേപോലെ ബൊഗെൻവില്ല തന്നെ വാങ്ങിയിനി. അതിനൊന്നും അങ്ങനെ കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനൊക്കെ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കത്രിക സ്റ്റെമ്മിന് കൊള്ളുന്നുണ്ട്. കുഴപ്പമില്ല, ചെറിയൊരു ഭാഗം കട്ടായി പോയിട്ടുണ്ട്. വളരെ സേഫായിട്ട് തന്നെയാണ് കേട്ടോ ഓല് നമുക്ക് പ്ലാന്റ് അയച്ചു തരിക. അപ്പോൾ ഇതാണ് പ്ലാന്റ്. ഫ്ലെയിം റെഡാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1600 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും കേട്ടോ. ഞാനിവിടെ അടുത്തൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നോക്കലുണ്ട്, പക്ഷേ ഫ്ലെയിം റെഡൊന്നും അങ്ങനെ ഷോപ്പിൽ കിട്ടാനുണ്ടാവലില്ല. പിന്നെ അവിടെ അടുത്തുള്ള നഴ്സറിയിൽ തന്നെ ഫ്ലെയിം റെഡ് ഉണ്ടായിനി, പക്ഷേ അതിൻ്റെ വലിയ പ്ലാന്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും അത്യാവശ്യം ഉണ്ടായിനി, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതാണ് പ്ലാന്റ്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. നല്ലൊരു റെഡ് വെച്ചാൽ എന്താ പറയുക, നല്ല ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഇതാണ് നമ്മൾ ഒടിഞ്ഞു പോയിട്ടുണ്ടതിൻ്റെ സ്റ്റെം കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇതാണ് ഈ ഒരു ചെറിയൊരു ഭാഗമാണ് കട്ടായി പോയിട്ടുണ്ടതിനത്. ഇതിൻ്റെ പൂക്കളൊക്കെ തൊടുമ്പോക്കിന് തന്നെ ചിലതൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് റിപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ നുള്ളി കളയും ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ കളർപ്പുകളൊക്കെ വന്നിട്ട് പുതിയ പൂക്കളുണ്ടാവും. അപ്പോൾ ഇനി ഇതാ പ്ലാന്റ് റീപോർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇതിൻ്റെ മണ്ണൊക്കെ ഇളകി സ്റ്റെം ഇളകണതിനാണ് കേട്ടോ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പോട്ടിംഗ് മിക്സൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചാണ്. മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, ഇതൊക്കെയാണ് കേട്ടോ പോട്ടിംഗ് മിക്സിൽ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഒരു പഴയ പോട്ടിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. 5 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇനി സീസണ് കഴിഞ്ഞിട്ട് മഴ ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് പ്രൂണൊക്കെ ചെയ്തിട്ട് ഇനി വലിയ പോട്ടിലേക്ക് എൻ്റെ എല്ലാ പ്ലാന്റുകളും റീപോർട്ട് ചെയ്യാനുണ്ട്. ആ ടൈമിൽ ഇനി വലിയ പോട്ടിലേക്ക് മാറ്റണം. ഇതാണ് കേട്ടോ നമുക്ക് ഓല അയച്ചു തരുമ്പോൾ ഉണ്ടാവുന്ന പോട്ട്. കുഞ്ഞു പോട്ടാവും, കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പോട്ടിലേക്ക് ആക്കിയിട്ടാണ് നമുക്ക് അയച്ചു തരിക. ഇനി ഇത് നമ്മൾ എടുത്തിട്ടുള്ള പോട്ടിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ പോട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ പോട്ടാണ് കേട്ടോ, ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. ഏതെങ്കിലും പോട്ട് മാറ്റാനുള്ളതല്ലേ, തൽക്കാലത്തേക്കുള്ളതല്ലേ എന്ന് വെച്ചിട്ടാണ്.
അങ്ങനെ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ആഴ്ച ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രമേ നല്ല വെയിലത്തേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.